ആകാശവാണി 2026-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിനെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇത് യുവശക്തി ബജറ്റാണെന്നും വളർച്ചയ്ക്ക് ഊന്നൽ, ജനപങ്കാളിത്തം, എല്ലാവർക്കും വികസനം എന്നീ 3 നയങ്ങളിലൂന്നിയാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളതെന്നും ബജറ്റ് അവതരണത്തിന് തുടക്കമിട്ടുകൊണ്ട് ധനമന്ത്രി പറഞ്ഞു. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാം ബജറ്റാണ് ധനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചത്. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുക, ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുക, ഓരോ കുടുംബത്തിനും സമൂഹത്തിനും മേഖലയ്ക്കും വിഭവങ്ങൾ, സൌകര്യങ്ങൾ, അവസരങ്ങൾ എന്നിവ ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് തങ്ങളുടെ കർത്തവ്യമെന്ന് ധനമന്ത്രി പറഞ്ഞു. We are inspired by 3 kartavya. Our first kartavya is to accelerate and sustain economic growth by enhancing productivity and competitiveness and building resilience to volatile global dynamics. Our second kartavya is to fulfill aspirations of our people and build their capacity, making them strong partners in India's path to prosperity. Our third kartavya, aligned with our vision of Sabka Saath, Sabka Vikas, is to ensure that every family, community, region and sector has access to resources, amenities and opportunities for meaningful participation. ഉൽപാദനക്ഷമത, ആഗോള അസ്ഥിരതകളെ ചെറുക്കാനുള്ള കഴിവ് എന്നിവ വർദ്ധിപ്പിക്കുക, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ആദ്യ കർത്തവ്യം. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുക, എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നിവയാണ് മറ്റു 2 കർത്തവ്യങ്ങൾ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാർഷിക ഉൽപാദനക്ഷമതയ്ക്കും സാർവത്രിക സേവനങ്ങൾക്കും പിന്തുണ നൽകുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഇത്തരം നടപടികളിലൂടെ 7% എന്ന ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിക്കാൻ രാജ്യത്തിനായതായും ധനമന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൌകര്യ വികസനത്തിനുള്ള വകയിരുത്തൽ 12.2 ലക്ഷം കോടിയാക്കി ഉയർത്തും. ധനക്കമ്മി 4.5% കുറയ്ക്കും. 2026 ഏപ്രിൽ മുതൽ പുതിയ ആദായനികുതി നിയമം രാജ്യത്ത് നിലവിൽ വരും. ടാക്സ് നിയമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമം നിലവിൽ വരുന്നത്. 2026-27 വർഷത്തെ മൊത്തം ചെലവ് 53.5 ലക്ഷം കോടി രൂപയാകുമെന്നാണ് കണക്ക്. ധനക്കമ്മി നേരിടുന്നതിനായി ഡേറ്റഡ് സെക്യൂരിറ്റികളിൽ നിന്നും 11.7 ലക്ഷം കോടി രൂപ കണ്ടെത്തും. പരോക്ഷ നികുതിയിൽ ഗണ്യമായ മാറ്റങ്ങൾ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള TCS 2% കുറച്ചു. നിലവിൽ 5%. വിദേശയാത്രയുടെ TCS 5 നിന്ന് 2%. വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതി ഒഴിവാക്കി. അർബുദ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ബന്ധപ്പെട്ട മരുന്നുകളുടെ ഇറക്കുമതി തീരുവ കുറച്ചു. അർബുദ ചികിത്സയ്ക്കുള്ള 17 മരുന്നുകളുടെ തീരുവയാണ് കുറച്ചത്. കയറ്റുമതി ചെയ്യുന്ന സമുദ്ര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ തീരുവരഹിത ഇറക്കുമതി പരിധി വർദ്ധിപ്പിക്കും. സംസ്ഥാനങ്ങൾക്ക് 1.4 ലക്ഷം കോടി രൂപ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായി ലഭിക്കും. പുതുതായി 7 അതിവേഗ റെയിൽ ഇടനാഴികളും 20 പുതിയ ദേശീയ ജലപാതകളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ടെക്സ്റ്റൈൽസ് മേഖലയുടെ ഉന്നമനത്തിനായി സമർത്ഥ് 2.0 പദ്ധതി നടപ്പാക്കും. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ ദൌത്യത്തിന് 40,000 കോടി വകയിരുത്തി. ഡാറ്റാ സെന്റർ കമ്പനികൾക്ക് 2047 വരെ ടാക്സ് ഹോളിഡേ അനുവദിക്കും. ബയോഫാർമ ഉൽപാദന പദ്ധതിക്ക് 10,000 കോടി വകയിരുത്തി. കണ്ടെയ്നർ നിർമ്മാണത്തിന് 10,000 കോടിയും ചെറുകിട പദ്ധതികൾക്ക് 20,000 കോടി രൂപയും അനുവദിച്ചു. അധിക വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾക്ക് 10,000 കോടി രൂപ നൽകും. സ്പോർട്സ് ഉപകരണ നിർമ്മാണത്തിനും ഗവേഷണത്തിനും പദ്ധതി നടപ്പാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ് ബജറ്റ്. 200 പഴയ വ്യവസായശാലകൾ പുനരുജ്ജീവിപ്പിക്കാൻ ഒരു പദ്ധതി സർക്കാർ ആരംഭിക്കും. ബജറ്റ് വ്യാപാര ധനകാര്യ ശൃംഖലയെയും ശക്തിപ്പെടുത്തുന്നു. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസിനെ ട്രേഡ് റിസീവബിൾസ് ഡിസ്കൌണ്ടിംഗ് സിസ്റ്റവുമായി ബന്ധിപ്പിക്കും.
കേരളമടക്കം 4 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ ധാതു ഇടനാഴി സ്ഥാപിക്കും. We now propose to support the mineral-rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research and manufacturing. To enhance domestic chemical production and reduction in import dependency and reduce import dependency, we will launch a scheme to support states in establishing 3 dedicated chemical parks through challenge route on a cluster-based plug-and-play model. കടലാമ പരിചരണത്തിന് കേരളത്തിലും കർണാടകത്തിലും പ്രത്യേക കേന്ദ്രം സ്ഥാപിക്കും. നാളികേര ഉൽപാദന വർധനയ്ക്ക് പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. തെങ്ങുകൃഷി പരിപോഷിപ്പിക്കാൻ നാളികേര വികസന പദ്ധതി കൊണ്ടുവരും. കശുവണ്ടി, കൊക്കോ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും 2030ഓടെ കശുവണ്ടി, കൊക്കോ മേഖലയിൽ ലോകത്തെ പ്രീമിയം ബ്രാൻഡാക്കി രാജ്യത്തെ മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി നടപ്പിലാക്കും. നാളികേരം, ചന്ദനം, കശുവണ്ടി വിളകൾ എന്നിവയ്ക്ക് പിന്തുണ നൽകും. ഇന്ത്യയുടെ ആരോഗ്യ പരിസ്ഥിതി ക്യാൻസർ, പ്രമേഹം പോലുള്ള സാംക്രമികേതര രോഗങ്ങളിലേക്ക് മാറുന്നുവെന്ന് ധനമന്ത്രി പറഞ്ഞു. 17 ക്യാൻസർ മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ ഒഴിവാക്കി. ഇതോടെ ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. ഇന്ത്യയെ ഒരു ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റും. ഇതിനായി ബയോഫാർമ ശക്തി എന്ന പേരിൽ 5 വർഷത്തേക്ക് പ്രത്യേക ദൌത്യം നടപ്പിലാക്കും. 10,000 കോടി രൂപ ഇതിനായി വിനിയോഗിക്കും. To develop India as a global biopharma manufacturing hub, I propose the Biopharma Shakti with an outlay of 10,000 crores over the next 5 years. This will build the ecosystem for domestic production of biologics and biosimilars. The strategy will include a biopharma-focused network with 3 new national institutes of pharmaceutical education and research, popularly known as NIPERs, and upgrading 7 existing ones. ഫാർമസ്യൂട്ടിക്കൽ വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനുമായി 3 ദേശീയ സ്ഥാപനങ്ങൾ സജ്ജമാക്കും. നിലവിലുള്ള 7 എണ്ണത്തെ മെച്ചപ്പെടുത്തും. എല്ലാ ജില്ലകളിലും വിദ്യാർത്ഥിനികൾക്കായി ഹോസ്റ്റൽ സ്ഥാപിക്കും. വനിതാ ശാക്തീകരണത്തിനായി ഷീ മാർട്ടുകൾ നടപ്പാക്കും. 3 പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് തുക വകയിരുത്തി. 5 സർവകലാശാല ടൗൺഷിപ്പുകൾ സ്ഥാപിക്കും. 5000 സെക്കൻഡറി സ്കൂളുകളിലും 500 കോളേജുകളിലും AVGC കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ വരും. നിർണായക സാങ്കേതിക മേഖലകളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ദൌത്യങ്ങൾ നടപ്പിലാക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0, ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ നിർമ്മാണ പദ്ധതി, 3 കെമിക്കൽ പാർക്കുകൾ എന്നിവ സ്ഥാപിക്കും. 200 ലെഗസി വ്യാവസായിക ക്ലസ്റ്ററുകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കും. പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെ സമഗ്ര വികസനത്തിനായി 5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ടയർ 2, ടയർ 3 നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ നൽകും. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ബാങ്കിംഗ് മേഖലയ്ക്കായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. വിദേശ നാണ്യ വിനിമയ നിയന്ത്രണ ചട്ടങ്ങൾ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ സമകാലികമാക്കി മാറ്റുമെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. മുനിസിപ്പൽ ബോണ്ടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 100 കോടി രൂപയുടെ സഹായവും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കാർഷിക ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ളവയാണ് ഇവയിൽ അധികവും. തീരദേശ മേഖലകളിൽ മത്സ്യബന്ധന മൂല്യശൃംഖല ശക്തിപ്പെടുത്തും. മത്സ്യ കർഷക ഉത്പാദക സംഘടനകൾ, സ്റ്റാർട്ടപ്പുകൾ, വനിതാ സംഘങ്ങൾ എന്നിവയിലൂടെ വിപണി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും. 500 ജലസംഭരണികളുടെയും അമൃത് സരോവറുകളുടെയും സംയോജിത വികസനം ഉറപ്പാക്കും. മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭകത്വ വികസനത്തിനായി ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പ്രോഗ്രാം, ആധുനികവൽക്കരണം എന്നിവ നടപ്പിലാക്കും. ബദാം, വാൾനട്ട്, പൈൻനട്ട്, ചന്ദനം, കൊക്കോ, കശുവണ്ടി തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള വിളകളെ പ്രോത്സാഹിപ്പിക്കും. നാളികേര മേഖലയ്ക്കായി പ്രോത്സാഹന പദ്ധതി നടപ്പിലാക്കും. പഴയതും ഉൽപാദനക്ഷമമല്ലാത്തതുമായ തെങ്ങുകൾ മാറ്റി മെച്ചപ്പെട്ടവ നട്ടുപിടിപ്പിക്കുന്നതിനുൾപ്പെടെ സഹായം നൽകും. കർഷകർക്കായി AI ഭാരത് വിസ്താർ സ്ഥാപിക്കും. പ്രധാന വ്യാവസായിക ലോജിസ്റ്റിക് ഇടനാഴികൾ കേന്ദ്രീകരിച്ച് 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പുകൾ സൃഷ്ടിക്കുന്നതിൽ സംസ്ഥാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കും. മേക്ക് ഇൻ ഇന്ത്യ,
ആത്മനിർഭർ ഭാരത് എന്നീ ഇന്ത്യയുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള റോഡ് മാപ്പാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ ബജറ്റിൽ പ്രതിഫലിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. യുവാക്കളുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം നൽകിയ ബജറ്റാണിതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. युवा शक्ति बजट है, उसमें युवा की सोच भी है, युवा के सपने भी हैं, युवा का संकल्प भी है और साथ साथ युवा की गति भी है. बजट में जो प्रावधान किए गए हैं उससे अलग अलग सेक्टर्स में लीडर्स, इनोवेटर्स और क्रिएटर्स तैयार होंगे. പ്രതിരോധ മേഖലയ്ക്കാണ് ഇത്തവണ കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയത്. 7.85 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തൽ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15.19% വർധന. രാജ്യത്തിന്റെ സർവ്വതോന്മുഖ വികസനത്തിന് ബജറ്റ് സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ഡാറ്റാ സെന്ററുകൾ വരും വർഷങ്ങളിൽ ലോകത്തിന് പുതിയ സേവനങ്ങൾ നൽകുന്ന വലിയ ശക്തിയായി മാറുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടു. ഉൽപാദനം കുറയുന്നതും നിക്ഷേപകർ മൂലധനം പിൻവലിക്കുന്നതും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും ബജറ്റ് അവഗണിച്ചെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ബജറ്റിൽ കേരളത്തിന് കാര്യമായ പരിഗണനയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനം ദീർഘകാലമായി ആവശ്യപ്പെടുന്ന എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ബജറ്റ് നിരാശാജനകമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. ആഗോള സമ്പദ് വ്യവസ്ഥ വെല്ലുവിളികൾ നേരിടുമ്പോഴും വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് സാമ്പത്തിക വിദഗ്ധൻ ആദികേശവൻ ആകാശവാണിയോട് പ്രതികരിച്ചു. കേന്ദ്ര ബജറ്റിലെ പ്രധാനപ്പെട്ട ഊന്നൽ വളർച്ചാ നിരക്ക് തന്നെയായിരുന്നു. സമ്പദ്ഘടന കുറേയധികം പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും ആഭ്യന്തര മേഖലയിലെ ഡിമാൻഡും ക്രയശേഷിയും ഒക്കെ കാര്യമായിട്ട് ഇതുവരെ ബാധിക്കപ്പെട്ടിട്ടില്ല. വളർച്ചാ നിരക്കില് ഇന്ത്യ ഈ വർഷവും അടുത്ത വർഷവും പൊതുവെയുള്ള കണക്കാക്കൽ അന്താരാഷ്ട്ര ഏജൻസികളടക്കം കണക്കാക്കുന്നത് 6-7%. ഈ വർഷം എന്തായാലും 7%. അടുത്ത വർഷം 26-27 6-6.25% ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. ഈ വളർച്ചയ്ക്ക് സപ്പോർട്ടീവായി ആ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള ബജറ്റാണ് പൊതുവെ നോക്കിയാൽ അവതരിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക. ധനക്കമ്മി നേരത്തെ പറഞ്ഞിരുന്ന ആ റേഞ്ചിൽ തന്നെ നിർത്തി. അത്യാവശ്യം വേണ്ടുന്ന വെൽഫെയർ പദ്ധതികൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള നീക്കിയിരുപ്പ് കുറേയധികം കൂട്ടി. കടമെടുപ്പിന്റെ തോത് കഴിഞ്ഞ വർഷത്തിലെ അതേ നിലവാരത്തിൽ തന്നെ നിൽക്കുന്നു. വളർച്ചയ്ക്ക് സാധ്യമായ നടപടികൾ ഉൾക്കൊള്ളുന്ന ഒരു ബജറ്റായിട്ട് വേണം ഇതിനെ കാണുവാൻ. സർഗാത്മക വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഓറഞ്ച് സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പ്രധാന പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് മേഖലകളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. ടൂൺസ് അക്കാദമി CEO P. ജയകുമാർ ആകാശവാണിയോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജിക്കായി അഥവാ IICTക്കായി ഈ വർഷത്തെ ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്ന ധനസഹായം ഇന്ത്യയിലെ ഓറഞ്ച് ഇക്കണോമിയുടെ വളർച്ചയിൽ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. അനിമേഷൻ, ഗെയിമിംഗ്, വിഷ്വൽ ഇഫക്ട്സ്, ഡിസൈൻ, ഡിജിറ്റൽ മീഡിയ, മറ്റ് സാംസ്കാരിക വ്യവസായങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്ന ഓറഞ്ച് ഇക്കണോമി യുവജനങ്ങൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിലും നവീകരണത്തിലും വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഈ ബജറ്റ് അലൊക്കേഷൻ IICTക്ക് ആധുനിക സൗകര്യങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലന സംവിധാനങ്ങളും വ്യവസായ ആവശ്യങ്ങളോട് ചേർന്ന പാഠ്യപദ്ധതികളും വികസിപ്പിക്കാൻ സഹായിക്കും. സൃഷ്ടിപരമായും സാങ്കേതിക വിദ്യയും ഒരുമിക്കുന്ന വിദ്യാഭ്യാസ മാതൃകയിലൂടെ ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരു പ്രൊഫഷണൽ തലമുറയെ IICT സൃഷ്ടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായാണ് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 9ാമത് ബജറ്റ് അവതരണമാണ് എന്ന പ്രത്യേകതയും ഇത്തവണ ഉണ്ടായിരുന്നു. ഉൽപാദന മത്സരക്ഷമത വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ. സാമ്പത്തിക വളർച്ചയുടെ നേട്ടം കർഷകർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, യുവജനങ്ങൾ, സ്ത്രീകൾ, ദരിദ്ര വിഭാഗങ്ങൾ എന്നിവരിലേക്ക് എത്തുമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിനെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ.
തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം സുവർണ.